കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ സ്ഥല ഉടമ ഹൃദയാഘാതം വന്ന് മരിച്ചതായി ആക്ഷേപം. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ആയുർവേദ ഡോക്ടർ വികാസ് മണ്ടോളാണ് കഴിഞ്ഞ മാർച്ചിൽ മരണപ്പെട്ടത്. വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നതിന് പിന്നാലെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് കുടുംബം പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ ഹൃദയാഘാതം വന്ന് ഒരു ആയുർവേദ ഡോക്ടർ മരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത് എത്ര വലുതായാലും ചെറുതായാലും നമ്മൾ താമസിക്കുന്ന മണ്ണ് നമ്മുടേതല്ല എന്നുള്ള നിലയിലൊരു കത്ത് ഒരു വഖഫ് ബോർഡ് പോലെ വളരെ പ്രധാനപ്പെട്ട അധികാരങ്ങളുള്ള ഒരു ബോർഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദന മൂലമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നത് എന്ന് ആ കുടുംബം പറയുന്നു. അങ്ങനെയല്ലേ മിഥുൻ പിള്ള? വിനോദ്, നമുക്കറിയാം തളിപ്പറമ്പ് മേഖലയിൽ നിരവധി പേർക്കാണ് ഈ വഖഫിന്റെ ഒരു നോട്ടീസ് ലഭിച്ചത്. അത് തളിപ്പറമ്പ് നഗരത്തിലുള്ള ചിലർക്കും അതുപോലെ തന്നെ മന്ന ഭാഗത്തുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഈ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ പലർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകളും ഇതിനെതിരെ രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനിടെയാണ് ഈ വികാസ് മണ്ടോളിന്റെ മരണം ഏറ്റവും ഒരു ശ്രദ്ധേയമാകുന്ന, അല്ലെങ്കിൽ അതൊരു ഈ വഖഫിനെതിരെ ഒരു ശബ്ദമായി മാറുന്നത് അങ്ങനെയാണ്. അതായത് ഈ തളിപ്പറമ്പ് നഗരത്തിൽ തന്നെ ആയുർവേദ ഡോക്ടറായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വികാസ് മണ്ടോൾ. അതിനിടയിലാണ് നിരന്തരം വഖഫിന്റെ ഈ നോട്ടീസ് ഈ വികാസ് മണ്ടോളിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വർഷം തൊട്ട് തുടർച്ചയായി നോട്ടീസ് വന്നു. അപ്പോൾ 30 വർഷത്തിലേറെയായി തളിപ്പറമ്പ് മേഖലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ താമസിച്ചു വരുന്ന ബംഗാൾ സ്വദേശിയാണ് വികാസ് മണ്ടോൾ. അദ്ദേഹം കുടുംബപരമായി ഇവിടെ തന്നെ താമസിച്ചു വരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ 15 വർഷം മുമ്പ് തളിപ്പറമ്പ് നഗരത്തിൽ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അദ്ദേഹം ഒരു വീട് വെച്ചു. അവിടെ താമസിച്ചു വരുന്നതിനിടയിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിരവധിയായ ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ഇങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിലും സമാനമായ രീതിയിൽ ഈ നോട്ടീസ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ നോട്ടീസ് ലഭിച്ചതിന്റെ ആഘാതത്തിൽ സ്വന്തം ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈ നോട്ടീസ് ലഭിച്ച്, അതായത് ഏറ്റവും അവസാനത്തെ ഒരു നോട്ടീസ് ലഭിച്ച് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആഘാതം താങ്ങാൻ സാധിച്ചില്ല. കാരണം ഇനിയൊരു പണം കയ്യിലില്ല. ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് തളിപ്പറമ്പ് നഗരത്തിൽ തുച്ഛമായ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചത്. കഴിഞ്ഞ 10-15 വർഷമായി അവിടെ താമസിച്ചു വരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഏത് സമയവും കുടിയിറങ്ങേണ്ടി വരും, എപ്പോൾ വേണമെങ്കിലും സ്വന്തം പുരയിടത്തു നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നൊരു ആശങ്ക ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭീതി ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകും. ആ ഭീതിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. ഏറ്റവും സങ്കടകരമായ വസ്തുത എന്താണെന്നാൽ ഈ വികാസ് മണ്ടോളിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ വരുമാനവും കേന്ദ്രീകരിച്ചായിരുന്നു ആ കുടുംബം ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത്. ഈ നോട്ടീസ് തുടർച്ചയായി നോട്ടീസ് ലഭിച്ചത് ആശങ്കയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്ട്രോക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ വികാസ് മണ്ടോളിന്റെ മരണത്തോടുകൂടി മകൻ വിപ്രജിത്തും അതുപോലെ തന്നെ ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അച്ഛൻ മരിച്ചതോടുകൂടി ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള പഠനം പോലും പ്രതിസന്ധിയിലാകുന്നൊരു സാഹചര്യമാണുള്ളത്. ബാംഗ്ലൂരിൽ BBA ഏവിയേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിപ്രജിത്ത്. അദ്ദേഹത്തിന്റെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിരിക്കുന്നത്. ആ വിദ്യാർത്ഥി തന്നെ നമ്മോട് പറയുന്നൊരു സാഹചര്യമുണ്ടായി, ഇനി മറ്റൊരു കുടുംബത്തിനും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകരുത്. കാരണം ഇത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പെട്ടെന്നൊരു ദിവസം നോട്ടീസ് ലഭിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം അതിനി മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുതെന്നൊരു കാര്യം തന്നെയാണ് ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ വിപ്രജിത്തും പറഞ്ഞത്. വിനോദ്, മിഥുൻ, അതോടൊപ്പം തന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം, കാരണം കിടപ്പാട് നഷ്ടപ്പെട്ട് സമരത്തിന് ഇറങ്ങുന്നവരെ ലാൻഡ് മാഫിയയാണ് അല്ലെങ്കിൽ റിസോർട്ട് മാഫിയയാണ് എന്ന് മുദ്രകുത്തി അവരെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴും ഇതുപോലെ വഖഫ് അധിനിവേശം കാരണം ജീവൻ പൊലിഞ്ഞു പോയ ഇത്തരം സംഭവങ്ങൾ മറച്ചുപിടിക്കാനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ശ്രമം നടന്നു വരുന്നുണ്ടോ?
തീർച്ചയായും നമ്മൾ മുനമ്പത്തടക്കം കണ്ട അതേ ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കണ്ടത്. എന്നാൽ മുനമ്പത്ത് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ആളുകൾ രംഗത്തിറങ്ങി. എന്നാൽ ഈ തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഈ കുടുംബം ഈ വഖഫിന്റെ ഈ ഒരു നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അടിയാധാരങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടവർ മുന്നോട്ട് പോകുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഈ കുടുംബം ഒരിക്കലും ഇത്തരം കുടുംബങ്ങൾ ഒരിക്കലും ഈ വഖഫിന്റെ ഭൂമി കയ്യേറി താമസിച്ചില്ല. അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പല ആൾക്കാർക്കും കുടുംബപരമായി കൈമാറി വന്ന ഭൂമിയുണ്ട്. ഇത്തരം ഭൂമിയിൽ നിന്നാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും തളിപ്പറമ്പിലൊരു വികാസ് മണ്ടോൾ മരിച്ചു. ഇനി ഇത്തരം നോട്ടീസ് ലഭിച്ചതിന്റെ ആഘാതം താങ്ങാനാവാതെ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാൻ സാധിക്കുക. കാരണം മറ്റ് വരുമാനങ്ങളൊന്നുമില്ലാതെ ഇതുവരെ സമ്പാദിച്ച തുക മുഴുവൻ ഉപയോഗിച്ച് സ്ഥലവും വീടും ഒക്കെ വാങ്ങി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഉണ്ടാക്കുന്നത്. അതായത് ഈ ഡോക്ടർ വികാസ് മണ്ടോളിന്റെ മരണത്തിന് ശേഷം ആ കുടുംബം ആകെ ശിഥിലമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യമാണെന്ന് വികാസ് മണ്ടോളിന്റെ മകൻ തന്നെയാണ് അവരുടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. കാരണം ഗൃഹനാഥനാണ് മരിച്ചത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റായ നീക്കങ്ങളിൽ പെട്ട് ജീവൻ പൊലിഞ്ഞുപോയ ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഇങ്ങനെ നിരവധി ആളുകൾ ഈ വേദനയോടുകൂടി ജീവിക്കുന്നുണ്ട്. നിരവധി ഇങ്ങനെ പുറത്തു വരാത്ത വാർത്തകളുണ്ട്. വഖഫ് മാഫിയ എന്ന് തന്നെ വിളിക്കേണ്ടതില്ല എന്നൊക്കെയാണ് പ്രകാശൻ വേലിക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകർ. ഇത്തരം സംഭവങ്ങൾ സമരം വേണം. അതെ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് വേണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് നോക്കേണ്ടത്. മിഥുൻ പിള്ളയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.